പിന്നെ ഞാൻ ജയിലിലേക്കാ പോകുന്നത്. ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നതന്നെ. നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം. പക്ഷെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത്. ജനം, ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. അത് നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം. ചെറുപ്പക്കാർ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത്. ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല. നമ്മളൊക്കെ ഒരു 5-10 കൊല്ലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഫൈറ്റിന്റെ അടിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് വരും. പക്ഷേ സംഘ് പരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം, അതിന്റെ ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന 2026 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് 25 സീറ്റാണ്. 20 സീറ്റെങ്കിലും അവർ പിടിച്ചിരിക്കും. 2031 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തോട് അധികാരത്തിൽ വരും. അവർക്ക് തിരക്കില്ല. അവർ സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ സുഖം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഇവിടെ ശക്തരാണല്ലോ, ഞങ്ങൾ കൂടുതലാണല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. വർഗീയ കലാപമുണ്ടായ വർഗീയ ഭൂമികളിലൂടെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി. കേരളത്തിലെ ജനം കേൾക്കുമ്പോൾ നല്ല രസാ, വർഗീയത. ഒരു കലാപം ഉണ്ടായി നോക്കണം, അപ്പൊ നിങ്ങൾക്കറിയാം. ഇപ്പൊ വല്ല ടെൻഷനുണ്ടോ ഈ നാട്ടിൽ ജീവിക്കാൻ? 4 മണിക്ക് വരുന്ന കുട്ടികൾ, സ്കൂൾ ബസ് 4:15 അമ്മമാർക്ക് ബേജാറില്ല. ഒരു 4:30 വീട്ടിൽ നിന്നൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കും. 4:30 വന്നില്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ വിളിച്ചു നോക്കും. അപ്പൊ ഫോണ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു നോക്കും. അപ്പോഴേക്ക് എന്തെങ്കിലും വിവരം കിട്ടും. 5 മണിവരെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് 6 മണിക്ക് മടങ്ങിയെത്തുന്ന കുടുംബം 6:30 ഭർത്താവ് എത്തിയില്ലെങ്കിലും 7:30 എത്തിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. 6 മണിക്ക് എത്തുന്നവരെ 7 കണ്ടില്ലെങ്കിൽ വിളിച്ചു നോക്കും. ഏട്ടാ, നിങ്ങൾ എവിടെ? കാണുന്നില്ലല്ലോ. ഇത്ര ഉണ്ടാവൂ? ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഫിനിഷ്. എന്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി? 4 മണിക്ക് സ്കൂൾ വണ്ടി വീടിന്റെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ 3:50 തന്നെ എന്താ പറയാ, അമ്മമാർക്ക് മനസ്സിലാന്തൽ തുടങ്ങും. അവിടെയും ഇവിടെയൊക്കെ കുത്തും വെടിയപ്പോ ഒക്കെ നടന്ന നാടായിരിക്കും. ദൈവമേ, എന്റെ കുട്ടി അപകടമില്ലാതെ എത്തണ്ടേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് 4:05 ആയാൽ വെപ്രാളം തുടങ്ങും. 4:10 കുട്ടിയെ കണ്ടിട്ടില്ലെങ്കിൽ ഇറങ്ങി ഓടും കള്ളമാർ. ഇതേ സ്ഥിതി തന്നെയാണ് മറുഭാഗത്തും. കൊന്നവനും കൊല്ലിച്ചവനും മരണപ്പെട്ടവരും ആർക്കും ഒരു സുഖമുണ്ടാവും എന്ന് നിങ്ങൾ കരുതണ്ട. അതാണ് വർഗീയത. ഒന്നും നേടാനില്ല, അതുകൊണ്ട് നശിക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് ആളുകൾക്ക് മന്ത്രി MLA ആകാം, അതിലപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് ഈ സംസാരിക്കുന്ന വേദിക്കപ്പുറത്തുള്ള ആ ചായക്കടയിൽ പോയി നോക്കിയാൽ അവിടെ തോമസും അബ്ദുറഹ്മാനും ഒരു ചായ 2 കുടിക്കുന്നുണ്ടാവും. തൊട്ടപ്പുറത്ത് ഭാസ്കരേട്ടനുണ്ടെങ്കിൽ ഒരു മുറുക്ക് അയാൾക്കും കൊടുക്കും. ഇല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പൊ സുഖു എന്താ അവിടെ വന്നിരിക്കുന്നത്? 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ്. 8 ചില്ലാനം കൊല്ലം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയാ ഞാൻ ജീവിച്ചത്. ഒരു വാക്ക്. ഈ നിൽക്കുന്നത് ലിജു, ക്രിസ്ത്യാനിയാ, എന്റെ ഗൺമാൻ. ഇപ്പുറത്ത് നിൽക്കുന്നു പ്രതീഷ്, ഹിന്ദുവാ. ആരാ? എന്റെ ഗൺമാൻ. എന്റെ PA സജീവൻ. എന്റെ വീട്ടിൽ നിൽക്കുന്ന 3 ജോലിക്കാർ, എന്റെ ചേച്ചിമാർ ഇവിടെ ഉണ്ട്. പത്രക്കാരെയൊന്ന് കാണണങ്ങള്. എവിടെ ഇരുത്തിക്കണം? ഞാന് എവിടെ? നിങ്ങളൊന്ന് കാണണം, ചോദിക്കണം. ഞാൻ കൊണ്ടുവന്നതാ. 30-40 വർഷമായി വീട്ടിലുള്ളവരുണ്ട് അവിടെ. ഒന്ന് തങ്കമണി ചേച്ചിയാണ്, ഒന്ന് ചിന്നമ്മയാണ്, ഒന്ന് ശോഭയാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർ. അൻവറിനെ അങ്ങനെ വർഗീയവാദിയാക്കാൻ
നാലാള് ചാപ്പ കുത്താൻ നടന്നാൽ അത് നടക്കൂല. 150 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ കുടുംബത്തിന്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ കൊടുത്തവരുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെലവഴിച്ച തലമുറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 8 കൊല്ലായല്ലോ PV അൻവർ MLA ആയിട്ട്. എന്ത് ചികിത്സ വേണമെങ്കിൽ നടത്താം. അമേരിക്കയിൽ പോകാം, ലണ്ടനിൽ പോകാം, നാട്ടിൽ നടത്താം. ഞാനും ഒരു മാസത്തില് 4,500 റുപ്യന്റെ മരുന്ന് എനിക്കും വേണം, വീട്ടുകാർക്ക് വേണം. എത്ര ഉണ്ടെങ്കിലും ഡബിൾ എഴുതി കൊടുത്താലും കിട്ടും, ട്രിപ്പിൾ എഴുതി കൊടുത്താലും കിട്ടും. നിയമസഭയിൽ ഒരു പാരാസെറ്റാമോൾ PV അൻവർ ഈ സർക്കാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വാ, കണക്കുണ്ടാവുമല്ലോ. ഒരു 10,50,000 റുപ്യ ശമ്പളം കിട്ടുമല്ലോ, ആഫീസിൽ കൊടുക്കുക, പിന്നെ ഒരു 25,000 കൂടി അങ്ങോട്ട് കൊടുക്കും. ആരെങ്കിലുമൊക്കെ വരും 500-ഉം. ഇന്റെ അടുത്ത് ഇപ്പൊ കാര്യമായിട്ട് കൊടുക്കാനൊന്നുമില്ല. അവിടെ 3-4 സ്റ്റാഫിന്റെ പണി ചെയ്യണം. ആകെ എടുക്കണ എന്താ അറിയങ്ങള്, ആ ഡീസലിന്റെ ഒരു കുറ്റിയുണ്ട്, അത് കൊടുത്താൽ കുറച്ച് ഡീസൽ കിട്ടും. എന്റെ സമ്പത്ത് മുഴുവൻ പോയി, വരുമാനം മുഴുവൻ നിന്നു. ഈ പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാ. 2016 വരെ അൻവറിന്റെ സ്ഥാപനങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. 2010-ലും 12-ലും 13-ലും 14-ലും വരുമാനമായ സ്ഥാപനങ്ങൾ കള്ളക്കേസ് കൊടുക്കുക, പിന്നെ കോടതി തീരുമാനിക്കും, അതങ്ങനെ ട്രാക്ക് ചെയ്യും. ഇപ്പൊ 7 കൊല്ലത്തിന് 8 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പൊ ഓരോന്ന് വിധിയായി വരുന്നത്. 7 കൊല്ലത്തിന് ശേഷം. ആർക്ക് വേണ്ടിയാ? ഈ പാർട്ടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ. ആകെ എന്നെ മുറുക്കിയപ്പോ കേരളത്തിലെ നിയമസഭയിൽ, കഴിഞ്ഞ സഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിനൊന്നും ഇല്ലട്ടോ, ഞാൻ അങ്ങനെ പറയില്ല. അദ്ദേഹത്തോട് മുഖത്ത് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്, ഞാൻ പ്രസിഡന്റ് എന്നാ വിളിക്ക രമേശിനെ. ഒന്ന് പ്രതിപക്ഷ നേതാവേ, എന്റെ പ്രസിഡന്റ്, എന്നെ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ തകർത്ത് എന്നെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഒരു സറണ്ടർ എന്നിൽ നിന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിലത്ത് വിരൽ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവേ, ഒരു തോർത്തുമുണ്ടെങ്കിൽ ഈ തറയിൽ ഞാൻ കിടന്നുറങ്ങും. ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീന്റെ കഷ്ണമുണ്ടെങ്കിൽ PV അൻവർ ജീവിക്കും. ഞാൻ തീയിൽ ജനിച്ചവനാണ്, ഈ വെയിലത്ത് നിങ്ങൾ എന്നെ വാട്ടാൻ നോക്കണ്ട എന്ന് അന്ന് പറഞ്ഞവനാ ഞാൻ. മനസ്സിലായോ? ആ വാപ്പാന്റെ മോനാ PV അൻവർ. അപ്പൊ അത്രേ ഇപ്പോഴും പറയാനുള്ളൂ. പ്രിയപ്പെട്ട സഖാക്കളൊന്ന് ആലോചിച്ച്, പാർട്ടിയെ തള്ളി പറഞ്ഞു, പാച്ച നോണ മോഹൻദാസ് ഇരുന്ന് പറയുന്നു. എവിടെയാ PV അൻവർ പാർട്ടിയെ തള്ളിയത്? ഒരു വാക്ക് കൊണ്ട് ഈ പാർട്ടിയെ തള്ളി എന്നിടയും പറയാൻ പറ്റുമോ? എപ്പോഴാ എന്നെ പുറത്താക്കുന്നത്? മിനിഞ്ഞാന്ന് 3:30 മണിക്ക് ഡൽഹിയിൽ നിന്ന് പാർട്ടി സെക്രട്ടറി അല്ലേ അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു പറഞ്ഞു. എന്നാൽ കാക്കി ട്രൗസർ ഇട്ട ഈ ജില്ലാ സെക്രട്ടറി മോഹൻദാസ് രാവിലെ 10:30 മണിക്ക് എന്നെ പുറത്താക്കിയിരിക്കുന്നത് കണ്ടോ നിങ്ങള്? ഈ പത്രക്കാർക്ക് കൊടുക്കുന്ന ആ പ്രസ്താവന, അതിനു മുമ്പ് ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രധാന വിഷയങ്ങളാണ് ഈ ബൈപ്പാസ്, ആശുപത്രി വികസനത്തിന് 1 ഏക്കർ സ്ഥലത്തിന് ഇനി ആ മുട്ടാത്തൊരു വാതിലുമില്ല. 300 ചില്ലാനം കുടുംബങ്ങൾ പട്ടിണിയിലാണ് നിലമ്പൂര് ഈ കടന്നു പോകുന്ന ബൈപ്പാസിന്റെ പിന്നിൽ. കോടിക്കണക്കിന് രൂപയുടെ 1,500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ള ഇവിടെ നടന്നു. പല വക ഒരു 150 കോടി അത് തരൂല. ആശുപത്രിക്ക് 1 ഏക്കർ സ്ഥലം വിടമാട്ടെ. മനസ്സിലായില്ലേ? 2019 ഗവൺമെന്റ് കോളേജിന് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്തത് പൂക്കോട്ടുപാടത്ത്. ഇന്ന് വരെ അതിന്റെ കടലാസ് ശരിയായിട്ടില്ല. മനസ്സിലായോ? ആരാ തടുക്കുന്നത്? ഇതെങ്ങനെ തടുക്കപ്പെട്ടു? സഖാക്കൾ ആലോചിക്കേ. അപ്പൊ ഇത് നടക്കൂല. നടത്തിയാൽ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ എന്നെ തോൽപ്പിക്കണം. ഞാൻ ഈ പണി നിർത്തിപ്പോയതായിരുന്നു, സത്യങ്ങളോട് പറയല്ലോ. കാരണം എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. ഒരു നിവൃത്തി ഇവിടെ ജീവിക്കാൻ ഒരു നിലക്കും സമ്മതിക്കൂല. പിന്നെ ഞാൻ ഗൾഫിനെ പറ്റി ആലോചിച്ചു. അവിടെ ഇതിന്റെ വാലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ഉപദ്രവിച്ചതിന്റെ വാലുകൾ. പിന്നെ ഒരാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത നാടെന്ന് ആലോചിച്ചപ്പോ ആഫ്രിക്ക കിട്ടിയത്. മനസ്സിലായില്ലേ? 50 ഡിഗ്രി ചൂടിന്റെ കോലം കണ്ടിട്ടില്ലേ നിങ്ങള്? തൊഴിലാളി വർഗ പാർട്ടി, ആ തൊഴിലാളികളോടൊപ്പം നിന്ന് അധ്വാനിക്കായിരുന്നു ഞാൻ. അതങ്ങോട്ട് ക്ലച്ച് പിടിച്ച് പോവുമായിരുന്നു. അതിലവിടുന്ന് വിളി വരണം, എന്തായാലും വരണം. വിളിച്ചത് പ്രിയപ്പെട്ട കോടിയേരി സഖാവാണ്. ഫോൺ എടുക്കാതെ ഇതേപോലെ തന്നെ കുറെ ഞാൻ ഒഴിവായി. നോമിനേഷൻ കൊടുത്തു തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ. ഈ പത്രക്കാരെ മുഴുവൻ ഞാൻ അന്ന് വെല്ലുവിളിച്ചു. കാരണം ഇതാ അവിടെ ഇരിക്കണം എല്ലാവരും ഞാൻ വെല്ലുവിളിച്ചു, വരാൻ പറഞ്ഞു. എല്ലാവരും വരും നിലമ്പൂർക്ക്. ഞാൻ നോമിനേഷൻ കൊടുത്തു. ജനങ്ങളിവിടെ ഇങ്ങനെ ഇറങ്ങി നടന്നുള്ളൂ. ഞാൻ എല്ലാവരും ഒറ്റക്കെട്ട്, കോൺഗ്രസ്, ലീഗ്, BJP, പത്രക്കാര് എങ്ങനെയും തോൽപ്പിക്കണം. രാഹുൽ ഗാന്ധി ഉൾപ്പെടുത്തുള്ള രാജ്യത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര്, ലീഗിന്റെ നേതൃത്വം, BJPയുടെ നേതാക്കന്മാര്, മുന്നിൽ കൂടിയും ബാക്കിൽ കൂടിയും എല്ലാരും കൂടി ഒരു കെട്ട്, ഒറ്റക്കെട്ട്. ഈ പറഞ്ഞ പോലെ എനിക്കോ മേലെ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, പിന്നെ അതിന്റെ അടിയിൽ കുറെ പാവപ്പെട്ട സഖാക്കള്, പിന്നെ എന്നെ സ്നേഹിക്കുന്ന സാധാ കുറെ മനുഷ്യന്മാരും. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് 2021 PV അൻവർ മത്സരിക്കുമ്പോ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒരാള് കോടിയേരി സഖാവിനെ അങ്ങോട്ട് വിട്ടില്ല, മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു സ്റ്റേറ്റ് ലീഡറും ഇവിടെ വന്നില്ല. എന്താണ് റിപ്പോർട്ട്? വെറുതെ അവിടെ സമയം കളയണ്ടാന്ന്. തോൽക്കും. അപ്പോ ഈ ടഫ് ഇലക്ഷൻ നടക്കുമ്പോ ഈ നേതാക്കന്മാർ ഇങ്ങോട്ട് എത്താൻ പാടില്ല. മൂപ്പരുള്ളിൽ എന്താ കാരണം? കാരണമൊന്നുമല്ല. ഞാനൊരു അധിക പ്രസംഗിയാണ്. ഞാൻ അധികം പ്രസംഗിക്കൽ എനിക്ക് വേണ്ടിയിട്ടില്ല, ഇവിടുത്തെ ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും വേണ്ടിയിട്ട്. പല പ്രാവശ്യം ഈ സുജിത് ദാസിന്റെ വിഷയമടക്കമുള്ള വിഷയങ്ങൾ, ഫോറസ്റ്റിന്റെ വിഷയങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ അപ്പൊ പറയും പാർട്ടിയാണ് മുണ്ടല്ലി, ഗവൺമെന്റ് ആണ് മുണ്ടല്ലി. അപ്പം എങ്ങനെയെങ്കിലും എന്നാ പിന്നെ എന്നെ പണ്ടാറടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ നിന്ന്? എങ്ങനെയും ജീവിച്ചു പോയിരുന്നു എന്ന്. എല്ലാ പഠിച്ച പണി 18 നോക്കി തോൽപ്പിക്കാൻ. അവസാനം രാഹുൽ ഗാന്ധിന്റെ റാലിയാണെന്ന്. അപ്പൊ ഞാൻ വിളിച്ചു, കോടിയേരി സഖാവിനെ മുഖ്യമന്ത്രിയും വിളിച്ചു. എന്റെ കയ്യിൽ നിന്ന് പോവാണ് CM. അപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. പിന്നെ പറഞ്ഞു അവരെക്കാണ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി അൻവറിനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരാളും വന്നില്ല. റിസൾട്ട് വന്നപ്പോ ഏതൊക്കെയോ പാവങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ജയിച്ചു അല്ലേ? ഇനി ഇവിടുന്ന് ജയിക്കാൻ പാടില്ല. ഈ 300 ജില്ലാ കുടുംബങ്ങളെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയി. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, പേപ്പർ കൊടുത്തു, ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പം എന്റെ കോലം കത്തിച്ച നമ്മളെ ഏരിയ ലോക്കൽ സെക്രട്ടറി ഹരിയേട്ടൻ, നമ്മളെ കോലം കത്തിക്കണ്ടല്ലേ, എല്ലാം തീ കൊടുക്കുന്ന ആളാണ് സഖാവ് ഹരി, നിലമ്പൂര് LC സെക്രട്ടറി. പെട്രോൾ ഇങ്ങനെ പാർന്നിട്ട് മതിയാണല്ലോ, പാർന്നുകൊണ്ടേയിരിക്കുക. ആ കത്തിക്കാൻ വരുന്ന വരവൊക്കെ കാണണം. ഞാൻ തിരുവനന്തപുരത്ത് പോയി ഈ സാധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആ ഫോട്ടോ ഇവിടെ ആരോടുത്ത് പോസ്റ്റ് ചെയ്തു. ഇതിൽ മുപ്പര വക. ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചതാരാ? ഏരിയ ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് നടക്കൂല. തെളിവ് കഴിക്കണ്ടല്ലോ പത്രക്കാരോട്. മോഹൻദാസ്, നിന്നെ തെളിവ്. ഇവിടെ ചുങ്കത്തറയില് നമ്മളെ ഡഫ് സ്കൂളിന്റെ പേരെന്താ? ബത്തനി. ചുങ്കത്തറ മണലിയിലുള്ള സ്കൂളിന്റെ പേര് അല്ലെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ചുങ്കത്തറയിലെ ബ്ലൈൻഡും ഡഫും ആയിട്ടുള്ള കുട്ടികളുടെ സ്കൂൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തണം.
അല്ല, മാർത്തോമന്റെ കീഴില്ല, അതിന് വേറൊരു പേരുണ്ട്, മദർ വറോണിക്ക. മദർ വറോണിക്ക ഈ പറഞ്ഞ ഡെപ്റ്റ് സ്കൂളാണ്. ഒരുപാട് കുട്ടികളുണ്ട്. അതിനൊക്കെ ഒരു വാഹനമില്ല. ഇതിങ്ങളെ നോക്കുന്ന ആ സിസ്റ്റേഴ്സിനെ തന്നെ തലയിൽ വെച്ച് നമ്മൾ പൂജിക്കണം. അവിടെ പോയി കാണുമ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ വാഹനമില്ലാത്തോണ്ട് കുറച്ച് ദൂരത്തിലെ കുട്ടികൾക്കൊന്നും വരാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു തരണം MLA. നമ്മളെല്ലാ സ്കൂളുകൾക്കും ബസ് കൊടുത്തിട്ടുണ്ട്, നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാൽ അൺഎയ്ഡഡ് ആയതുകൊണ്ട് അത് സ്പെഷ്യൽ സാങ്ഷൻ കിട്ടിയാലേ സർക്കാർക്ക് കൊടുക്കണം. സർക്കാർക്ക് കൊടുത്തു. ഈ കണ്ണാണത്തെ കുട്ടികൾക്കുള്ള ഒരു ബസ്സേ മുമ്പര് ചവിട്ടി. ഇത് നടക്കൂല. സ്പെഷ്യൽ ഓർഡറോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനോ? എന്താ MLA? ഇതൊന്നും പാർട്ടിയുടെ നയമല്ല. ഈ കണ്ണാണാത്ത കുട്ടികളെ കൊണ്ടുപോകാനൊരു ബസ് എങ്ങനെയെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ നയമല്ല. ഓക്കെ. പിന്നെ ഈ കണ്ടു കാണപ്പെട്ട കുറെ സ്കൂളുകളുണ്ട് ഇവിടെ, ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മാനേജ്മെന്റാ. എന്താ കാരണം? ഇവിടെ പഠിപ്പിക്കാൻ ഒരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മലപ്പുറം ജില്ലയൊക്കെ പഠിച്ച് നമ്മൾ വലിയ അഭ്യസ്ത വിദ്യരായല്ലോ. ഓക്കെ. എന്തുണ്ടായിരുന്നു 19 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ? ഈ മലയോര മേഖലയിൽ മുഴുവൻ മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകിയത് ക്രൈസ്തവ സഭകൾ തന്നെയാണ്. തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിയ പാവപ്പെട്ട കർഷകർ അബാൻഡന്റായി കടന്നിരുന്ന മലമുകളിൽ കാട് വെട്ടി തെളിയിച്ച് ചുട്ടുകരിച്ച് കൃഷിയുണ്ടാക്കി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നവർ അവരാണ് ഈ കുടിയേറ്റ മലയാളികൾ. അക്രമം ചെയ്ത് മലയിൽ കയറിയവരല്ല. പിന്നീട് സർക്കാർ പലർക്കും പട്ടയം കൊടുത്തു, പലർക്കും കൈവശം കൊടുത്തു. ഈ മനുഷ്യരാണ് ഈ കണ്ടു കാണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയത്. ഞാൻ MLA ആയി ഇങ്ങനെ പോകും, സ്കൂളിലൊക്കെ പോയി നോക്കുമ്പോ എന്താ സ്ഥിതി? ഒരു 10% 15% ക്രിസ്ത്യാനികൾ കുട്ടികൾ ഉണ്ടാവില്ല. സ്റ്റേജ് വന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല മൊക്കനിട്ട കുട്ടികൾ പകുതി, അതേമാതിരി തന്നെ നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല കുട്ടികള്, ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കുട്ടികള്, ഒറ്റപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ കുരിശിട്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ വിചാരിച്ചു, ഇതൊരു കച്ചവടാണ് എന്ന് പറഞ്ഞ കച്ചവടം ഉണ്ട്, വേറെ വഴിക്ക്. ഇതല്ല, അതൊക്കെ വലിയ വലിയ സംഭവങ്ങളാ. അപ്പൊ കടം വാങ്ങിയും കൂട്ടത്തിൽ പിരിവെടുത്തും കെട്ടിടങ്ങൾ കെട്ടും നമ്മളിത് കാണല്ലേ. അപ്പൊ നമുക്ക് ആകെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ, പിന്നെ ടോയ്ലറ്റ്, പിന്നെ പാചകപ്പുര ഒട്ടുമിക്ക സ്കൂളുകൾക്കും കൊടുത്തു. എഴുത്തട ചെന്നാൽ ഇവിടുന്ന് ഫയൽ നീങ്ങൂല. എന്ത് സാമുദായിക കക്ഷികൾക്ക് MLA ഇത് ശരിയല്ല. 2-3 തവണ അദ്ദേഹം വാൺ ചെയ്തു. അതിനെയൊക്കെ മറികടന്ന് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഈ സ്കൂളുകൾക്കൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് പച്ച വർഗീയത എന്നല്ലാതെ എന്താ പറയാ? EN മോഹൻദാസ് ഒന്നും സമാധാനം പറയട്ടെ. പച്ച വർഗീയത. ഇന്നിപ്പോ എന്തോന്ന് ഞാൻ കേട്ടു, അത് നോട്ട് ചെയ്യാൻ വിട്ട്, നോട്ട് ചെയ്ത കടലാസൊക്കെ ഇവിടെ ഉണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. എന്തിപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, തട പറയുമ്പോ മറ്റേ എന്താ പറയുക, തീവ്രവാദിയൊക്കെ പോട്ടെ, അതല്ലാതെ പറഞ്ഞൊന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഏരിയ ജില്ലാ സെന്റർ അങ്ങ് കഴുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ.